മഞ്ഞുകാലവും ചുവന്ന കഞ്ഞിയും. വേഗം ഇരുട്ടാവുമെങ്കിലും മഞ്ഞുകാലവും എനിക്കിഷ്ടമാണ്. സൂര്യൻ വൈകി ഉദിച്ച് നേരത്തെ അസ്തമിക്കും. സ്കൂൾ വിട്ടു വന്നാൽ അധിക സമയം പുറത്തു കളിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ കളിക്കാൻ പോകാറുണ്ട്. പുറത്തു പോകുമ്പോൾ അടുക്കടുക്കായി വസ്ത്രമിട്ടാൽ തണുക്കില്ലാട്ടോ. ഒരു ജാക്കറ്റും തൊപ്പിയും എപ്പോഴും ബാഗിൽ വെക്കണമെന്ന് ഉപ്പ പറയും. റോഡിലുള്ള മഞ്ഞ് ഉപ്പ് വിതറി കോരി സൈഡിലേക്ക് ഇടാൻ JCB പോലെയുള്ള വണ്ടികളുണ്ട്. ഉപ്പ് വിതറിയാൽ മഞ്ഞുരുകും. സ്പെഷ്യൽ ഉപ്പൊന്നുമല്ല, സാധാരണ ഉപ്പ് തന്നെ. പക്ഷെ ചിലപ്പോൾ കുറഞ്ഞ തോതിൽ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടാകും. ഉപ്പ് അധികം ഉപയോഗിച്ചാൽ ശുദ്ധജല തടാകങ്ങൾക്ക് ദോഷം ചെയ്യുന്ന പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. വണ്ടികളുടെ ടയർ മഞ്ഞുകാലത്ത് മാറ്റണം. വലിയ ട്രെയിലറുകൾ ഓടിക്കുന്നവർ പറയുന്നത് കൂടുതൽ മഞ്ഞുവീഴ്ചയുള്ള വടക്കോട്ട് പോകുമ്പോൾ ടയറുകളിൽ ചങ്ങല ചുറ്റുന്നു എന്നാണ്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ടൊക്കെ സാധനങ്ങൾ എത്തിക്കുന്നത് അല്ലേ? സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ റോഡിൽ നിന്ന് കോരിയിട്ട മഞ്ഞു കൂമ്പാരത്തിന് മുകളിൽ ചാടിക്കളിച്ചിട്ടാണ് പോവുക. കാനഡയുടെ മറ്റു ഭാഗങ്ങളിൽ ഉള്ളതുപോലെയൊന്നും ടൊറന്റോയിൽ മഞ്ഞു വീഴില്ല. വീടുകൾക്ക് മുന്നിലുള്ള നടപാതകളിലെ മഞ്ഞ് താമസക്കാർ തന്നെ കോരി മാറ്റി വൃത്തിയാക്കണം. ആരെങ്കിലും അതുവഴി നടന്നു വീണാൽ വീട്ടുകാർക്കെതിരെയാവും കേസ്. ഫ്ളാറ്റുകളിലുള്ളവർക്ക് ഈ പണിയില്ല. ബിൽഡിംഗ് ഉടമസ്ഥർ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാകും. മഞ്ഞുവീഴ്ചയോടൊപ്പം കാറ്റ് വീശുമ്പോഴാണ് ബുദ്ധിമുട്ട്. നടന്നു പോകാനും വണ്ടി ഓടിക്കാനും റോഡ് വൃത്തിയാക്കാനും ഒന്നും പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ സ്കൂളുകൾക്ക് അവധി കിട്ടും. സ്നോ ഡേ, ഹായ്! മേപ്പിളും പൈനും ഓക്കും ഹാർഡ്വുഡ് വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ അൽഗോക്വിൻ പാർക്കിൽ 2 ദിവസത്തെ വിന്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞതും ഞങ്ങൾ എല്ലാവരും അവിടേക്ക് ക്യാമ്പിങ്ങിന് പോയി. പാർക്ക് എന്ന് പറയുന്നത് കാടിനു തന്നെയാണ്. സംരക്ഷിത പ്രദേശമായിരിക്കും. എന്നാലും ചില ഭാഗങ്ങളിൽ കൂടാരം കെട്ടി ആളുകൾക്ക് ക്യാമ്പ് ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് 6 പേർക്ക് കിടക്കാവുന്ന ടെന്റാണ്. പിന്നെ ക്യാമ്പിന് വേണ്ട സാധനങ്ങളെല്ലാം ഒരു വലിയ ബോക്സിൽ ഉമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ എയർബെഡ്, സ്ലീപ്പിംഗ് ബാഗുകൾ, പാത്രങ്ങൾ, ചെറിയ അടുപ്പ്, മരുന്നുകൾ ഒക്കെയുണ്ട്. പിന്നെ കൂളർ ബോക്സിൽ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാവും. സാധാരണ വേനലിലാണ് ഉപ്പ ഞങ്ങളെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോവുക. റേഡിയോ ഫ്രീ സോണിലായിരിക്കും ക്യാമ്പ്. ഫോൺ, ഇന്റർനെറ്റ് ഒന്നും കിട്ടൂല. 2-3 ദിവസം കാട്ടിനുള്ളിൽ കിളികളോടും മരങ്ങളോടും മാത്രമേ മിണ്ടാൻ പറ്റൂ. ചക്കരയ്ക്ക് കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാതെ ഇരിക്കേണ്ടി വരുന്നതുകൊണ്ട് ആദ്യത്തെ ദിവസം വഴക്കാവും. പിന്നെ മല കയറാനും കാട്ടിലൂടെ നടക്കാനും രാത്രി വിറക് കത്തിക്കാനും അവൻ മുന്നിലുണ്ടാവും. മഞ്ഞുകാലത്തെ ക്യാമ്പിങ്, അതും -30 ക്യാമ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഓരോരുത്തരുടെ ബാഗിലും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ ഉമ്മ കൂടുതൽ എടുത്തു വെച്ചിരുന്നു. വീട്ടിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ഈ പാർക്ക്. കരയും വെള്ളവുമായി 7630 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന അൽഗോക്വിൻ പാർക്ക് 1893 വനഭൂമി സംരക്ഷണ മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചത്. ഇലകളുടെ നിറമാറ്റം ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഈ പാർക്ക് കേട്ടോ. ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. കൊച്ചു ടിവിയിൽ ഇഗ്ലു കണ്ടിട്ടില്ലേ? അത് ഞാൻ കാണുന്നത് ഇവിടെ വെച്ചാണ്. ഇഗ്ലു എങ്ങനെയാണ് പൊളിഞ്ഞു വീഴാതെ ഉറപ്പിൽ ഉണ്ടാക്കുക എന്നൊക്കെ ഒരാൾ കാണിച്ചു തന്നു. അയാൾ ഉണ്ടാക്കി വെച്ച മഞ്ഞിപ്പെരേന്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരും നൂണ്ട് കയറി. അതിനുള്ളിൽ ചൂടാണ്, നല്ല സുഖാട്ടോ. ക്യാമ്പിങ്ങിനിടയിൽ ഞങ്ങൾ സ്നോ ഷൂ പഠനയാത്രയിലും പങ്കെടുത്തു. വലിയ ബൂട്ട്സ് ഇട്ടാലും മഞ്ഞിലൂടെ നടക്കാൻ പ്രയാസമാണ്, പൂണ്ടുപോകും. അതിനാണ് സ്നോ ഷൂ. മഞ്ഞിൽ തുഴഞ്ഞു നടക്കാൻ. മരം കൊണ്ടുള്ളതും അലുമിനിയം ഫ്രെയിം കൊണ്ടുണ്ടാക്കിയതും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് 2 എണ്ണമുള്ളത് അലുമിനിയം ഫ്രെയിമിന്റെയാണ്. ടെന്നീസ് റാക്കറ്റ് പോലെ മരം കൊണ്ട് തീർത്ത ഫ്രെയിമിൽ വല പോലെ കെട്ടുകൾ ഉള്ളതാണ് ഷൂ. മുകളിലായി കാലും ഷൂവും മുറുക്കി നിർത്താനുള്ള തുകൽപാളിയും ഉണ്ടാവും.
4000 വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിൽ ഇത്തരം സ്നോ ഷൂ ഉപയോഗിച്ചിരുന്നുവെന്ന് പഠനയാത്രയെ നയിക്കുന്ന ഗൈഡ് പറഞ്ഞു. എനിക്കും ചക്കരയ്ക്കും ഇഷ്ടപ്പെട്ടത് മരം കൊണ്ടുള്ള സ്നോ ഷൂ ആണ്. ഇതൊക്കെ ഇട്ട് മഞ്ഞിലൂടെ നടക്കാൻ ഇത്തിരി പ്രയാസം തന്നെയാണേ. മരത്തിൽ നിന്ന് വീണു ചത്തുപോയ ഒരു കരടിയുടെ തലയോടും കൈപ്പത്തിയും ഗൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കരടി വരുന്നത് എങ്ങനെ അറിയാം എന്നായിരുന്നു ചക്കരയുടെ സംശയം. കരടികളുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കുന്ന GPS കോളറിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണത്രേ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. ചതിക്കുഴികളിൽ വീഴുന്ന കരടികളിലോ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി പിടികൂടുന്ന കരടി കുഞ്ഞുങ്ങളുടെ കഴുത്തിലോ ആയിരിക്കും കോളർ ഇടിയിക്കുന്നത്. ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയ ചില മരങ്ങളിൽ കരടി രോമങ്ങൾ പതിങ്ങിയിരിക്കുന്നത് ഗൈഡ് കാണിച്ചു തന്നു. വീഴാതെ മഞ്ഞിൽ ആർക്കും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളും ചക്കരയുമൊക്കെ വീണിടത്ത് കിടന്ന് ഉരുണ്ട് മഞ്ഞ് വാരി കളിച്ച് രസിച്ചു. ഞാൻ വീണിട്ട് കൈകുത്തി എണീക്കാൻ നോക്കും, വീണ്ടും മഞ്ഞിൽ തന്നെ പൂണ്ടുപോകും. അപ്പോൾ അടുത്തുള്ള മരച്ചില്ലയിൽ പിടിച്ചെഴുന്നേൽക്കും. വീഴുമ്പോൾ പിടിക്കുന്ന ഓരോ മരച്ചില്ലയോടും സോറി ട്രീ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടായി. ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ആളെ ടാബോഗാൻ എന്ന് വിളിക്കുന്ന സ്പെഷ്യൽ വണ്ടിയിലാണ് ഇരുത്തിയിരുന്നത്. മരം കൊണ്ടുള്ള തുറന്നൊരു പെട്ടിയാണ് ടാബോഗാൻ. വണ്ടി വലിച്ചു നടക്കുന്ന അച്ഛന്റെ ദേഹത്തേക്ക് മഞ്ഞ് വാരി എറിഞ്ഞു കളിക്കുന്നതിനിടയ്ക്ക് വികൃതിക്കുട്ടി മഞ്ഞ് വാരി വായിലിടുന്നുമുണ്ട്. ഉമ്മ കുറേ പ്രാവശ്യം മഞ്ഞിൽ വീണു. വീഴാൻ പോകുമ്പോൾ ഉമ്മ ഞങ്ങളെ ആരെങ്കിലും പിടിക്കും, അപ്പോൾ ഞങ്ങളും വീഴും. കുറേ സമയം ഇത് തന്നെയായിരുന്നു കളി. വീണിട്ടാണ് ഞങ്ങൾ 3 പേരും ക്ഷീണിച്ചത്. നടത്തം കഴിഞ്ഞ് പാർക്കിലെ ക്യാൻറ്റീനിൽ നിന്ന് മൊരിഞ്ഞ റൊട്ടി കൂട്ടി പച്ചക്കറിയും കൂണും ധാന്യങ്ങളും തക്കാളി സോസിൽ വേവിച്ച ചൂടുള്ള ചുവന്ന കഞ്ഞിയും കുടിച്ചിട്ടാണ് തണുപ്പും ക്ഷീണവും മാറ്റിയത്. ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ ഐസ് റിഗിലേക്ക് പോയത്. അവിടെ കുട്ടികൾ വലിയവരുടെ കൂടെ ഐസ് ഹോക്കി കളിക്കുന്നുണ്ടായിരുന്നു. സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ടാണ് ഐസിൽ ഹോക്കി കളിക്കുന്നത്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോന്നു. ഇപ്രാവശ്യം പാർക്കുകാരുടെ ടെന്റിലാണ് ക്യാമ്പ് ചെയ്തത്. അതിനുള്ളിൽ ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് തണുക്കില്ല. അന്ന് ഉപ്പയും ഉമ്മയും രാത്രി മഞ്ഞിൽ ഹൈക്കിങ്ങിന് പോയി. ഗൈഡ് ഉണ്ടായിരുന്നു ട്ടോ. രാത്രി പാർക്കിൽ ആളുകളില്ലാതെ ഒറ്റയ്ക്ക് പോയാൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഉറക്കം വന്നതുകൊണ്ട് ചക്കരയ്ക്കും പോകാൻ പറ്റിയില്ല. അവൻ എനിക്ക് കൂട്ടിരുന്നു. ഇരുട്ടിൽ ഹെഡ്ലൈറ്റോ ടോർച്ചോ തെളിയിക്കാതെയായിരുന്നു നടത്തം. വഴി ഏതാണെന്നോ എത്ര ദൂരം നടന്നുവെന്നോ ഒന്നും ഉമ്മാക്ക് നിശ്ചയില്ല. കുറെ ദൂരം പോയപ്പോൾ ഗൈഡ് നടത്തം നിർത്തി ചെന്നായ്ക്കളയുടെ ഓരിയിടൽ അനുകരിച്ചുകൊണ്ട് ഓരിയിട്ടൂത്രേ. രാത്രി കാട്ടിൽ ഉറങ്ങുന്ന ചെന്നായ്ക്കളെ എന്തിനാ വിളിച്ചു വരുത്തുന്നത് എന്നായിരുന്നു ഉമ്മാടെ സംശയം. ഈ ഓരിയിടൽ ചടങ്ങ് എല്ലാ വർഷവും പാർക്കിൽ നടക്കാറുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ദൂരേന്ന് ചെന്നായ്ക്കളുടെ മറുപടി ഓരിയിടൽ കേട്ടുന്നാ. ഉറക്കം കാരണം എനിക്കത് മിസ്സായി.